ദി ലാസ്റ്റ് ഓഫ് അസ് സീസൺ 2 എപ്പിസോഡ് 1 എയർ ചെയ്തിട്ടുണ്ട് ടുഡേ. വിചാരിച്ചതുപോലെ തന്നെ ഭയങ്കര സ്ലോ ആയിട്ടുള്ള ഒരു സ്റ്റാർട്ട് തന്നെയാണ്. പിന്നെ ഗ്രാജുവലി അത് ബിൽഡ് ചെയ്ത് വന്നോളും. എല്ലാ മെയിൻ ക്യാരക്ടേഴ്സിനും ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ. അതിൽ ചിലത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ കാണുന്നത് സീസൺ 1 ലാസ്റ്റ് പാർട്ടാണ്. മീൻസ് ജോയ് ആള് പറഞ്ഞ നുണയിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. മീൻസ് ഫയർഫ്ലൈസിന് ക്യൂർ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് അവരെ കൊന്നത്, അതുകൊണ്ടാണ് നിന്നെ രക്ഷിച്ചതെന്നുള്ളൊരു ഇതിലാണ് ആൾ ഇപ്പോഴും സ്റ്റാൻഡ് ചെയ്യുന്നത്. ആൻഡ് എലി നോസ് ഇറ്റ്സ് എ ലൈ. ഓക്കെ, എലിക്ക് അറിയാം അത് നുണ തന്നെയാണെന്ന്. സോ അവിടെ നിന്നാണ് എപ്പിസോഡ് ഫസ്റ്റ് സ്റ്റാർട്ട് ആവുന്നത്. പിന്നെ നമ്മൾ എബിനെ കാണിക്കുന്നുണ്ട്. എബി ആരാന്ന് ചോദിച്ചാൽ, നമ്മൾ ഫയർഫ്ലൈസിനെ കൊല്ലുന്ന സമയത്ത് കുറെ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നില്ലേ, പ്രസന്റ് ടൈമിൽ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ഡോക്ടേഴ്സാണ് അവർ. ക്യൂർ കണ്ടുപിടിക്കാൻ പറ്റുന്ന അത്രയും ലെവലിലുള്ള ഡോക്ടേഴ്സാണ് അവർ. അപ്പോൾ ആ ഡോക്ടേഴ്സിൽ വൺ ഓഫ് ദാറ്റ് പേഴ്സൺ അവൾ ഫാദർ ആവാനാണ് ചാൻസ്. ഓക്കെ, എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എബി ആൻഡ് ഗ്രൂപ്പ് ആണ് ലാസ്റ്റ് ബാലൻസ് ആയിട്ടുള്ള ഫയർഫ്ലൈസ്. സോ ബാക്കി എല്ലാവരെയും ജോയ് അവൻ്റെ എന്താ പറയുക, അവൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവൻ അവിടെ എല്ലാവരെയും കൊന്നു കളഞ്ഞു. മീൻസ് പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല അവരെ, മീൻസ് എല്ലാവരും കൊല്ലേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അവന്. പക്ഷെ എന്നാലും അവൻ എല്ലാവരെയും വിത്തൗട്ട് എനി മേഴ്സി കൊന്നു കളഞ്ഞു. എന്നിട്ട് അവനാണ് ഹീറോ എന്നുള്ള ഒരു ഭാവത്തിലാണ് ആളുടെ ഇരിപ്പ്. ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നതും അവിടെ നിന്ന് തന്നെയാണ്. മീൻസ് ഹീസ് എ ബാഡ് ഗൈ ആൻഡ് എലി ഈസ് എ ബാഡ് പേഴ്സൺ ടു. സോ അതിൻ്റെ എക്സാമ്പിളാണ് ഫസ്റ്റ് അവൾ ഫൈറ്റിംഗ് ട്രെയിനിങ്ങിൻ്റെ ടൈമിൽ ലോക്ക് ഇട്ടിട്ട് അവൾ വെടിയിക്കാത്തത്. ബിക്കോസ് ഷീ ലവ് ആൻഡ് ഷീ ക്രൈവ് ദാറ്റ് വയലൻസ് ഇൻ ഹെർ. മനസ്സിലായി? സോ അപ്പോൾ ഇതാണ് മെയിൻ റീസൺ. ഓക്കെ, പിന്നെ എബിരെ ബാലൻസ് ഫയർഫ്ലൈസിലുള്ള ഓവൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട് ദേ ഷുഡ് സീ ഐസക്. സോ ഐസക് എന്നത് ഒരു WLF മിലിറ്ററി ഗ്രൂപ്പിൻ്റെ ഒരു ഹെഡാണ് ആക്ച്വലി. ഓക്കെ, സോ മുമ്പത്തെ സീസണിൽ ഫെഡ്ര എന്ന് പറഞ്ഞൊരു ആർമി ഉണ്ടായിരുന്നല്ലോ, അതുപോലെ തന്നെ ഇപ്പോഴത്തെ അവരെയൊക്കെ ഓവർത്രോൺ ചെയ്തിട്ടുള്ള ഒരു ബിഗർ ആർമിയാണ്, ടെറിട്ടോറിയൽ ആർമിയാണ്. സോ അവരാണ് ഈ ഗ്യാങ്ങിനെ നമ്മൾ ലാസ്റ്റ് വരെ കാണുമ്പോൾ ഇവരുടെ കയ്യിൽ വെപ്പൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവർക്ക് വെപ്പൺസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് ഈ WLF എന്നുള്ള അവരാണ്, വുൾഫ് എന്നൊക്കെ പറയും, അവരാണ് ഈ വെപ്പൺസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഈ ജോയുടെ സെൽഫിഷ്നെസ് കാണിക്കുന്നതാണ് നമ്മൾ അതിന് ശേഷം മരിയ എന്ന ക്യാരക്ടറുമായിട്ടുള്ള കോൺവെർസേഷൻ. മീൻസ് ലൈക്ക് നിങ്ങൾ എന്തിനാണ് മറ്റുള്ള റെഫ്യൂജീസിനെ കയറ്റി വിടുന്നത്. ഭയങ്കര ഈഗോയിസ്റ്റിക് ആയിട്ടും ഭയങ്കര സെൽഫിഷ് ആയിട്ടാണ് ആളുടെ സംസാരം. സോ ആ സംസാരത്തിൻ്റെ അവസാനം മരിയ അവനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നീയും ഇവിടുത്തെ ഒരു റെഫ്യൂജി തന്നെയാണ്, നീയും അവരെ പോലെ വന്നതാണ്. സോ ഭയങ്കര സെൽഫിഷ്നെസ് ആണ് ഈ ക്യാരക്ടർ ഇപ്പോൾ ഉള്ളത്. പക്ഷെ ആൾക്കത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല. മനസ്സിലായല്ലോ? അതിൻ്റെ വേറൊരു റീസണാണ് നമ്മുടെ അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് തെറപ്പിസ്റ്റിനെ കാണിക്കുന്ന സീൻ ഉണ്ടല്ലോ. തെറപ്പിസ്റ്റായിട്ട് അഭിനയിക്കുന്നത് കാതറിൻ ഓഹെയർ ആണ്. ലെജൻഡറി ആക്ട്രസ്സാണ്. സോ ബെസ്റ്റ് ആൾ ആ സീൻ അത് അഭിനയിച്ച് തകർത്തിട്ടുമുണ്ട്. സോ ആളുടെ പേഴ്സണൽ വെഞ്ചൻസും കാര്യങ്ങളും ഓപ്പണായി പറഞ്ഞപ്പോഴും ജോയ് അത് പറഞ്ഞില്ലേ. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇനി എങ്ങാനും പറഞ്ഞാൽ മീൻസ് ക്യൂർ കണ്ടുപിടിക്കാൻ നേരത്താണ് ഞാൻ അവരെല്ലാം കൊന്നത്, അവളെ രക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ ലക്ഷക്കണക്കിന് അതുപോലത്തെ കുട്ടികളെ രക്ഷിക്കാമായിരുന്നു, അല്ലെങ്കിൽ മീൻസ് അതൊന്നും അവൻ പറഞ്ഞില്ല. മീൻസ് ആ ഡോക്ടേഴ്സിനെ കൊല്ലാണ്ട് അവന് ആവശ്യം ഉണ്ടായിരുന്നില്ല. ബിക്കോസ് അവര് ആണെങ്കിൽ വേറെ ലക്ഷക്കണക്കിന് ആൾക്കാരെ അവർ രക്ഷിച്ചേനെ. അത്രയും സൂപ്പർ ഡോക്ടേഴ്സ് ആയിരുന്നു അവർ. സോ അവരൊക്കെ വിത്തൗട്ട് മേഴ്സി അവൻ കൊന്നത്, ആ കാര്യം അവൻ പറയില്ല. പക്ഷെ അവൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഐ സേവ്ഡ് ഹെർ. മീൻസ് അവൻ്റെ സെൽഫിഷ്നെസ് ആണ് അവിടെ കാണിക്കുന്നത്. മീൻസ് അവരെ കൊന്നതിലല്ല, മീൻസ് അവൻ അത് ഹൈഡ് ചെയ്തിട്ട് അവൻ ഇത് വലിയ കാര്യമായിട്ടാണ് അവൻ പറയുന്നത്. സോ ആ ക്യാരക്ടറിൻ്റെ ഒരു സെൽഫിഷ്നെസ്സിൻ്റെ ഒരു ആർക്കാണ് ആക്ച്വലി ഈ എപ്പിസോഡ്. ഈ വെള്ളം മാത്രമല്ല, എലീരെ കൂടി അങ്ങനെ തന്നെയാണ്. ഓക്കെ, നൈസ് സ്റ്റാർട്ട് തന്നെയാണ്. ഓക്കെ, ഐ എം ലുക്കിംഗ് ഫോർവേഡ് ഇൻ ടു ദിസ്. സോ യാ, താങ്ക് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്. നമ്മുടെ ചാനലിൽ വേറെ വീഡിയോസൊക്കെ ഉണ്ട്, കൂടെ കുടിക്കാം. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.